അപ്പോൾ ഞാൻ മൂവി തുടങ്ങുന്നതിന് മുമ്പേ 2 ദിവസം ഓട്ടോ ഓടിക്കാൻ പഠിച്ചിട്ട് ആണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫൈറ്റ് എടുക്കുന്നതിനൊക്കെ മുമ്പ് എനിക്ക് തോന്നി നമ്മുടെ അച്ചുവട്ടൻ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് വാഴയിലകളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പഴക്കച്ചവടക്കാരാണ് മുഴുവൻ. ഞാൻ ഇടയ്ക്ക് ഇടക്കിട്ട് നോക്കിയപ്പോൾ അച്ചുവട്ടനെ കാണാനില്ല. അപ്പോൾ ഞാൻ വെച്ച് പുള്ളി പുറകിലായിരിക്കും വെച്ച്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നൊക്കെ മുന്നിൽ പോകണം. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ വെച്ചാൽ പുള്ളി കാല് സ്ലിപ്പ് ചെയ്ത് പുള്ളി നെഞ്ച് തല്ലി വീണ് ഇങ്ങനെ തെന്നി പോവാണ്. ഈ സിനിമയിൽ കൈകാര്യം ചെയ്തൊരു വലിയ വിഷയമുണ്ട്. ആ വിഷയം ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നില്ല. അതൊരു വലിയ വിഷയം, സിനിമയ്ക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ആസിഫ് ഖയുടെ കൂടെ തന്നെയാണെന്ന് പറയാം. ബിക്കോസ് താങ്ക് യു. എങ്ങനെ 3 സിനിമയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്? സർവോപരി പാലക്കാട്, സൺഡേ ഹോളിഡേ, തൃശ്ശൂർ പേരൂർ ക്ലിപ്തം. എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്, ടെൻഷനുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് സംഭവിക്കുന്നത്. അധികം വന്നിട്ടും അധികം ആയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഇതിങ്ങനെ റിലീസ് കുറച്ചും കൂടി നേരത്തെ ആവേണ്ടതായിരുന്നു. പക്ഷെ എന്നാലും വന്നപ്പോൾ ഇതിപ്പോൾ എല്ലാതും ഒരുമിച്ചായി വരുന്നത്. അതിൽ സൺഡേ ഹോളിഡേയും തൃശ്ശൂർ പേരൂർ ക്ലിപ്തും സർവോപരി പാലക്കാരനുമാണ് 3 മൂവീസ്. അതിൽ ആദ്യം 2 ഇറങ്ങുന്നത് സൺഡേ ഹോളിഡേയും തൃശ്ശൂർ പേരൂർ ക്ലിപ്തുമാണ്. സോ എന്താ പറയുക, എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 സെറ്റായിരുന്നു. ഷൂട്ടിംഗ് സെറ്റാണെങ്കിലും സിനിമയാണെങ്കിലും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള 2 മൂവീസാണ് ഈ 2 ഇറങ്ങാൻ പോകുന്ന മൂവീസ്. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന 2 മൂവീസാണ്. തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, അതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ ഒരു ഓട്ടോ ഡ്രൈവറുടെ കാര്യം, ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും റിസർച്ചോ? തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് 21, ആ ഏജിൽ ഐ എം ഗെറ്റിംഗ് എ ക്യാരക്ടർ ഓഫ് എന്താ പറയുക ഒരു 26-27 ഏജിലുള്ളൊരു ഫീമെയിൽ ഹൂ ഈസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ്, ഹൂ ഈസ് വെരി റഫ് ടഫ്, ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് സേസ് എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഒരുപാട് റെഫറൻസസ് കാണാനുണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് ഓട്ടോ ഓടിക്കാൻ പഠിക്കണമായിരുന്നു. കാരണം ദ ഡയറക്ടർ വാസ് അഡാമന്റ് അബൌട്ട് ഒരു നാച്ചുറലായിട്ട് അത് കിട്ടാനും അതിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നും വേറെ തന്നെയാണ്. ഇപ്പം നമുക്കത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. വി ഹാവ് ടു ഫീൽ ഇറ്റ്. എങ്ങനെയായിരിക്കും ഒരു ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ അത് ഓടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ മൂവി തുടങ്ങുന്നതിന് മുമ്പേ 2 ദിവസം ഓട്ടോ ഓടിക്കാൻ പഠിച്ചിട്ട് ആണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ആസിഫ് ഖയുടെ കൂടെ തന്നെയാണെന്ന് പറയാം. ബിക്കോസ് ഫ്രം ദി ഡേ 1 അത് 2 മൂവി ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം തൃശ്ശൂർ പേരൂരിൻ്റെ ഡേ 1 തൊട്ടിട്ട് തന്നെ ആസിഫ്ക്ക് ഒരിക്കലും നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് എന്നുള്ളൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടില്ലായിരുന്നു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് മെയ്ഡ് ഇറ്റ് എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. പിന്നെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ എസ്പെഷ്യലി ഒരുപാട് എന്നെക്കാളും മൂത്ത ആൾക്കാരെ അങ്ങോട്ട് ചീത്ത പറയാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തണം ആദ്യം തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആസിഫ് ഖാനെ തന്നെ ഞാൻ അതിൽ കാണുമ്പോൾ ചീത്ത വിടുക. അപ്പോൾ ആ ഒരു സാധനമൊക്കെ ചെയ്യണമെങ്കിൽ ഹി ഹാസ് ഹെൽപ്ഡ് എ ലോട്ട് ഇൻ ഇറ്റ്. അപ്പോൾ അതാണ് ആസിഫ് ഖയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. സൺഡേ ഹോളിഡേ എത്തിയപ്പോൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയി. കാരണം 2ാമത്തെ മൂവി അത് കുറേ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എന്താ പോയി സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്രദറിൻ്റെ അടുത്ത് ഇരിക്കുന്ന മാതിരി തന്നെയായിരുന്നു ആസിഫ് ഖാൻ എന്നെ നോക്കിയിട്ടുള്ളതും. സോ ദാറ്റ് വാസ് വൺ അമേസിങ് എക്സ്പീരിയൻസ് വിത്ത് ഹിം. 2 മൂവീസ്. ഇൻഫാക്ട് ഈവൻ ഹി ഈസ് ടോൾഡ് ഒരിക്കൽ അവള് എൻ്റെ ഏട്ടനായിട്ട് ദത്തെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. കാരണം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഇക്കാക്കൊരു മോളുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയുടെ മോന് ഒരു മോളുണ്ടായ മാതിരി തന്നെയാണ് അത് ആസിഫിൻ്റെ മോൾക്ക് വാങ്ങാം ഉടുപ്പ്, അത് ആസിഫിൻ്റെ മോൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ നടക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ ഹി ഈസ് ടു അവർ ഫാമിലി. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ലോണം പരിചയമുള്ള എൻ്റെ ഒരു ഏട്ടനാണ് ആസിഫ് ഖാൻ. അപ്പോൾ ഹീറോയിൻ എനിക്ക് പറഞ്ഞ മാതിരി അപ്പോൾ റൊമാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ചെയ്യാനില്ലായിരുന്നു, റൊമാൻസ് ഒന്നും അധികം ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് സേഫ് സോണായി. ഐ ഡോണ്ട് നോ ഇഫ് അറ്റ് ഓൾ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ചമ്മലുണ്ടാവും ചിലപ്പോൾ. പക്ഷെ എന്താ പറയുക, ടു വർക്ക് വിത്ത് ഹിം വാസ് വെരി കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഒരു രസമായിരുന്നു വർക്ക് ചെയ്യാൻ. ഞാൻ റോണി ഡേവിഡ്. തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എനിക്ക് ആനന്ദത്തിന് ശേഷം കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നാണ് ക്ലിപ്തത്തിലെ ഫിലിപ്പ് കണ്ണടക്കാരൻ. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളും ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഉഴപ്പന്മാരായ കുറച്ച് വിദ്യാർത്ഥികളും ഇവർ തമ്മിലുള്ള ചെറിയൊരു ശത്രുതയാണ്. അവിടെ നിന്നാണ് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ് തുടക്കം. അപ്പോൾ മുൻബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ചെമ്പാടൻ ജോയും ഗ്യാങ്ങും
പിൻബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഡേവിഡ് പോളിംഗ് ഗ്യാങ്ങും. ഡേവിഡ് പോളിംഗ് ഗ്യാങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഫിലിപ്പ് കന്നടക്കാരൻ. കന്നടക്കാരൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കന്നടക്കാരൻ അപ്പനെ പേടിയാണ്. അപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കന്നടക്കാരൻ അടങ്ങില്ല. കന്നടക്കാരൻ എപ്പോഴാണ് കുറുമ്പനെ മാറണമെന്ന് വെച്ചാൽ കന്നടക്കാരൻ പോളിയോടൊപ്പം ചേരുമ്പോൾ കന്നടക്കാരൻ ആവശ്യത്തിന് മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, തല്ലുകൂടാൻ പോകും, അടിക്ക് പോകും. അങ്ങനെ കന്നടക്കാരൻ പിന്നെ വേറൊരു സ്പ്ലിറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്യാങ്ങിലോട്ട് ഗിരിജ വല്ലഭൻ എന്ന് പറഞ്ഞ ആസിഫലിയുടെ ക്യാരക്ടർ വന്നു ചേരുന്നതോടുകൂടി പടത്തിന് വേറെ രീതിക്ക് ഒരു മാറ്റം വരികയാണ്. ആനന്ദത്തിലെ ചാക്കോ മാഷ് എന്നുള്ള ക്യാരക്ടറിന് ശേഷം എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു തൃശ്ശൂർ സ്ലാങ് പിടിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സ്ലാങ് പോലും പിടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ ബേസിക്കലി എൻ്റെ അച്ഛൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ ഇത് ഡയറക്ടർ പർപ്പസ്ഫുള്ളി, എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് നമുക്ക് മനസ്സിലായി, കാസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പേരും തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ ഡേവിഡ് പോളിംഗ് ഗ്യാങ്ങിനകത്ത് ചെമ്പൻ ചേട്ടൻ അങ്കമാലിയാണ്, അതൊക്കെ ബേസിക്കലി പ്രോപ്പർ തൃശ്ശൂരാണ്, ഞാൻ തൃശ്ശൂരാണ്. അച്ചുവട്ടൻ എന്ന് വെച്ചാൽ മെമ്പർ താഹിർ എന്ന കഥാപാത്രം മഹേഷിൻ്റെ പ്രതികാരത്തിൽ ചെയ്ത അച്ചുവട്ടൻ, പുള്ളി പെരിങ്ങോട്ടുകരയാണ്. എല്ലാ പേരും തൃശ്ശൂർ ബേസ്ഡ് ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്തുട്ടാ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫോഴ്സ്ഡായിട്ട് പറയേണ്ട കാര്യമില്ല. ബേസിക്കലി നമ്മൾ തൃശ്ശൂർ അരിയങ്ങാടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാറമ്മക്കാവ്, തിരുവമ്പാടി, റൗണ്ട്, തൃശ്ശൂരിന് പ്രത്യേകിച്ച് ഇനി ഒരു സിനിമാക്കാർക്കും ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. കോമഡി ഫിലിം തന്നെയാണ്. ഞങ്ങളൊരു ഫൈറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഫൈറ്റ് എടുക്കാൻ പോകുന്നതിനൊക്കെ മുമ്പ് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത്, അപ്പോൾ തൃശ്ശൂർ അങ്ങാടി തന്നെയാണ്, മാർക്കറ്റിൽ തന്നെയാണ് എൻ്റെ ഷൂട്ട്. അപ്പോൾ ഫൈറ്റ് എടുക്കുന്നതിനൊക്കെ മുമ്പ് എനിക്ക് തോന്നി നമ്മുടെ അച്ചുവട്ടൻ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ കുറച്ച് വാഴയിലകളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പഴക്കച്ചവടക്കാരാണ് മുഴുവൻ. അപ്പോൾ എനിക്ക് മഴ പെയ്തപ്പോൾ ഞാൻ അച്ചുവട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചുവട്ട ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ഓടുന്നതിനിടയ്ക്ക് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഷോട്ട് തുടങ്ങി, ഓടാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്ക് ഇടക്കിട്ട് നോക്കിയപ്പോൾ അച്ചുവട്ടനെ കാണാനില്ല. അപ്പോൾ ഞാൻ വിളിച്ചു പുള്ളി പുറകിലായിരിക്കും എന്ന് ചോദിച്ചു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നൊക്കെ മുന്നിൽ പോകണം. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ പുള്ളി കാല് സ്ലിപ്പ് ചെയ്ത് പുള്ളി നെഞ്ച് തല്ലി വീണ് ഇങ്ങനെ തെന്നി പോവാണ്. ഒരു 10-15 മീറ്റർ പുള്ളി ഇങ്ങനെ നമ്മുടെ വീഗാലൻഡിൽ പിള്ളേർ കാണിക്കുന്ന പോലെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് കണ്ട് ചിരിച്ചിട്ട് ഞാൻ നിർത്തി. അപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ റോണി നിർത്തിയത്? ഞാൻ പറഞ്ഞു പുള്ളി വീണ് കണ്ടില്ല. പക്ഷെ അതൊരു നാച്ചുറലായിട്ട്, ഞാൻ പറഞ്ഞു നാച്ചുറലായിട്ട് നെഞ്ചല്ലി ആൾ പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഷോട്ട് കട്ട് ചെയ്തു. അങ്ങനെ അച്ചുവൻ്റെ കാല് മുഴുവൻ മുറിഞ്ഞു. അപ്പോൾ അങ്ങനെ കാല് മുറിഞ്ഞ കാലം കൊണ്ട് തന്നെയാണ് പുള്ളിയെ മറ്റേ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നിരുന്ന നേന്ത്രക്കൊലയൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, സൂക്ഷിച്ചോളട്ടാ, അത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്ത് സജീവ് പറഞ്ഞിട്ട് 2 കാലം ഒടിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ചെമ്പൻ ചേട്ടൻ അപ്പം തന്നെ ചോദിച്ചു, ചേട്ടാ ഒരു പണിയാൻ വന്നിരിക്കല്ലേ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ 2 കാലം ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാവില്ലേ? അല്ല ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, സജീവ് വീണപ്പോൾ 2 കാലം ഒടിഞ്ഞു, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ പറഞ്ഞു. ചേട്ടാ വല്ലവരും എന്നോട് ചത്തിട്ടുണ്ടാന്ന് ചോദിച്ചു ചെമ്പൻ ചേട്ടൻ. അവരോട് പിന്നെ വെള്ളം മിണ്ടിയില്ല. അപ്പോൾ എന്ത് കാര്യങ്ങളും, എത്ര വലിയ കാര്യങ്ങളും വളരെ നർമ്മരസമായ ഒരു ഇതോടുകൂടി തന്നെ തൃശ്ശൂർക്കാരെ അവതരിപ്പിക്കുന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് എനിക്ക് അവിടെ തോന്നിയ, ഞാൻ അവിടെ കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയൊരു സംഭവം ഇതാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കാർഗിൽ ബാഹുലയൻ എന്നാണ്. ഇയാൾ കാർഗിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു എക്സ് മിലിറ്ററിക്കാരനാണെന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും, പക്ഷേ ഇയാൾ അതിൻ്റെ ഞാൻ പട്ടാളത്തിലായിരുന്നെങ്കിൽ അങ്ങനെ പല വീരവാദങ്ങൾ ഇളക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്ത് നേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ സൗകര്യത്തിൽ തൃശ്ശൂർ അങ്ങാടിയിൽ ഒരു ഗാങ്ങിൻ്റെ കൂടെ അതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ ഇതും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ട് നീങ്ങുന്നൊരു കഥാപാത്രമാണ്. തൃശ്ശൂർ ഭാഷ, തൃശ്ശൂർക്കാരന് തൃശ്ശൂർ ഭാഷ യൂസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു സിനിമയിൽ എത്രത്തോളം നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു സ്ലാങ് യൂസ് ചെയ്തത്? പിന്നെ വെച്ചാൽ തൃശ്ശൂർ സ്ലാങ്ങിന്, തൃശ്ശൂരിൻ്റെ ഒരു നഗരത്തിലുള്ള സ്ലാങ് നമ്മൾ ശരിക്കും മാർക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ലാങ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. തൃശ്ശൂരിന് ഇരിഞ്ഞാലക്കുടയിലൊരു തൃശ്ശൂരിൻ്റെ വേറൊരു സ്ലാങ്ങാണ്, കുന്നംകുളത്ത് തൃശ്ശൂരിൻ്റെ വേറൊരു സ്ലാങ്, തൃശ്ശൂർ അരിയങ്ങാടിയിൽ വേറൊരു സ്ലാങ്ങാണ്, അതുപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡിൽ വേറൊരു സ്ലാങ്. ഇങ്ങനെ ഒരു വളരെ ഒരേ സാധനമാണെങ്കിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന തൃശ്ശൂർ സ്ലാങ്ങിന് ഇന്നസെൻ്റ് ആയിട്ടിൻ്റെ തൃശ്ശൂർ സ്ലാങ്ങായിട്ടും ഭയങ്കര ബന്ധമുണ്ടായെന്ന് വരില്ല. ചെമ്പൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ബേസിക്കലി തൃശ്ശൂർക്കാരനും കച്ചേരിക്കാരനൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുന്നംകുളം ടച്ചുള്ള ഒരു തൃശ്ശൂർ സ്ലാങ് അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
അതൊക്കെ എല്ലാവരും തൃശ്ശൂർ സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ സ്ലാങ്ങിൽ ഒരു സിനിമ പറയാന്ന് പറഞ്ഞത് എല്ലാവർക്കും തൃശ്ശൂരിൻ്റെ ഒരു നിഷ്കളങ്കമായ സ്ലാങ് ആയതുകൊണ്ട് ആളുകൾക്ക് അതിൻ്റെ ഒരു കൗതുകം ഉണ്ടാവും. അതിൽ പറയുന്ന തമാശകൾ പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റും. അതൊക്കെ ഈ സിനിമയ്ക്ക് വല്ലാതെ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഷ്കളങ്കമായ എന്നൊരു വാക്ക് പറഞ്ഞു. ആമേൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നാട്ടിൻ്റെ നന്മ എത്രത്തോളം ഇതിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയിൽ കൈകാര്യം ചെയ്തൊരു വലിയ വിഷയമുണ്ട്. ആ വിഷയം ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നില്ല. അതൊരു വലിയ വിഷയം, അത് സിനിമയ്ക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് എത്തുന്നത് ഇത് നഗരത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ഗ്രാമീണനായ ഒരു ആസിഫ് അലിയുടെ കഥാപാത്രം ഗിരിജ വല്ലഭൻ നഗരത്തിലേക്ക് എത്തിയിട്ട് നഗരത്തിൻ്റെ സുഖവും സൗന്ദര്യവും അനുഭവിക്കാൻ വേണ്ടി ഒരു ഗ്യാങ്ങിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിലെത്തിപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പുരുഷന്മാരുടെ എല്ലാവരിലും ഉണ്ടാവുന്ന ചില ആഗ്രഹങ്ങളുടെയൊക്കെ പുറത്താണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഒരു സംഭവം വലിയൊരു വിഷയം ഈ സിനിമ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. വലിയൊരു വിഷയം ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നാളെ റിലീസിന് ശേഷം ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു സംഗതി കൂടിയാണത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൃശ്ശിവപേരൂർ ക്ലിപ്തം എന്ന് പറഞ്ഞൊരു സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും ആൾക്കാർക്ക്. കാരണം എന്താ പറയുക, അതിൻ്റെ ടീസർ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് റഫ് ആണെങ്കിൽ കൂടിയിട്ട് അതൊരു നോർമൽ ഓഡിയൻസിനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിരിക്കും. അതിലൊരുപാട് തലപോയിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ രസകരമായിട്ട് തൃശ്ശൂരിൽ നടക്കാവുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്ന് പറഞ്ഞൊരു സിനിമ. അതുകൊണ്ട് ധൈര്യമായിട്ട് കാണാൻ പോവാം എല്ലാവർക്കും.